കാട്ടാന ഭീതിയും കിലോമീറ്റർ താണ്ടിയുള്ള കാൽനടയാത്രയും. ഇടുക്കി ജില്ലയിലെ ആടുവിളന്താൻകുടി, ശങ്കരപാണ്ഡ്യമെട്ട് ഉൾപ്പെടെയുള്ള മേഖല ജനങ്ങൾ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ദുരിതമാണിത്. നാട്ടുകാരുടെ വർഷങ്ങൾ നീണ്ട ആവശ്യത്തിന് ഒടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചക്കൊടി. ഇവരുടെ താമസ സ്ഥലത്ത് റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ സഞ്ചരിക്കുന്ന റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചു. വനവാസി കുടുംബങ്ങളാണ് അടുവിളന്താൻകുടിയിലുള്ളത്. കാട്ടാനാക്രമണം ഭയന്ന് 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർ പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത്. വീട്ടുമുറ്റത്ത് കിട്ടിയപ്പോൾ ഇനി ആ ദുരിതയാത്ര നടത്തേണ്ടതില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് കുടിനിവാസികൾ. സന്തോഷമാണ് നമുക്ക്. ആനയുടെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട്. പിന്നെ മഴ സമയം വണ്ടിയും കയറി വരില്ല. സമയത്തൊക്കെ വളരെ ദുരിതമാണ്. ഇവിടുന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത്. കഴിഞ്ഞ നവകാല സദസ്സിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ കേരള ഗവൺമെൻറ് വാതിൽപ്പടി റേഷൻ സേവനത്തിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട്. പന്നിയാറിലെ റേഷൻ കടയിൽ നിന്നാണ് അടുവിളന്താൻകുടിയിലെ വനവാസികൾ റേഷൻ വാങ്ങുന്നത്. ചക്കക്കൊമ്പൻ കഴിഞ്ഞ ദിവസവും ആക്രമിച്ച ആനിറങ്കലിലെ കടയിൽ നിന്നാണ് ശങ്കരപാണ്ഡ്യമേട്ടിലുള്ളവർ റേഷൻ വാങ്ങേണ്ടത്. പലപ്പോഴും റേഷൻ വാങ്ങാനുള്ള ഇവരുടെ യാത്ര കാട്ടാനകൾ മുടക്കാറുണ്ട്. ഇതിനൊരു പരിഹാരമായാണ് സഞ്ചരിക്കുന്ന റേഷൻ കട തുടങ്ങിയത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നിങ്ങൾ അറിയുന്നത് പോലെ അരിക്കൊമ്പന്റെ ആക്രമണം, ചക്കക്കൊമ്പന്റെ ആക്രമണം, ഇതിൻ്റെ ഫലമായി കടയിൽ ഇരിക്കുന്ന അരി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ലൈസൻസുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നതാണ്. ആ അസൗകര്യം, ആ പ്രയാസം ഒഴിവാക്കാനും ഇതേറെ സഹായിക്കുന്ന ഒന്നായിരുന്നു. മാസത്തിൽ 2 തവണ റേഷൻ വിതരണം സാധ്യമാക്കത്തക്ക വിധത്തിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ. കാട്ടാന ശല്യം രൂക്ഷം, രണ്ടാമത് ഇവിടുന്ന് അവർക്ക് കടയിലെത്താനുള്ള ദൂരം കൂടുതൽ, ഇത് രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് സർക്കാർ പുതിയൊരു തീരുമാനം എടുത്തിട്ട് അവരുടെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന റേഷൻകൾ, അതായത് മാസത്തിൽ 1 or 2 തവണ കൂടെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ പന്തടിക്കുളംകുടി, കോഴിപ്പനക്കുടി, തൊട്ടടുത്ത പ്രദേശമായ ശങ്കരപാണ്ഡ്യമെട്ട് എന്നിവിടങ്ങളിലും ഇതുപോലത്തെ വിതരണം നടക്കും. കാട്ടാന ശല്യം ഭയന്ന് കഴിയുന്ന സമീപത്തുള്ള 301, പന്തടിക്കളം, പച്ചപ്പുൽക്കുടി, കോഴിപ്പന്നക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ജനം, ഇടുക്കി.